എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂത്? 50,000 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഡീസലാണ്, നല്ല മൈലേജ്, റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ലാത്ത ചെറിയ കിലോമീറ്റർ വണ്ടി. 90,000 കിലോമീറ്റർ 5 മാസം ബൈക്കുള്ള വണ്ടി. ഫുൾ ഓൺ ആണ് ചെയ്യാം. ഇത് പോളോ, ഇതിപ്പോ ഹൈലൈൻ പ്ലസ് ആണ്. അപ്പൊ ഇതിന് അലോയ് വീൽ ഇപ്പൊ പുറത്തത്തെ മാറ്റിയിരിക്കുന്ന 4 പുതിയ ടയറാണ്. പിന്നെ ഹെഡ്ലൈറ്റും എന്താ പറയാ മോഡിഫൈ ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഏകദേശം നമുക്ക് ഫുൾ ഓൺ വരെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഫുൾ ഓൺ ഒരു i20 ഇതൊരു 75-1 lakhന്റെ ഉള്ളിൽ ഉണ്ടാവും. 75,000 മുതൽ 1 lakh വരെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. വാറന്റി ഉണ്ട് 5 വർഷം. 5 വർഷം വാറന്റി. വെറും 19,000 കിലോമീറ്ററോട് 2020 2 to 3 lakhs കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിതാ വീണ്ടും കാർ ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്വിഫ്റ്റിന്റെ കളക്ഷൻസ് ഉണ്ട്, ഡീസൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഒക്കെ ചെറിയ ചെറിയ കിലോമീറ്റർ, ചെറിയ ഡൗൺ പേയ്മെന്റ് 50,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 4-5ഓളം സ്വിഫ്റ്റുകൾ നമുക്ക് ഇവിടെ കൊണ്ടുപോകാനുണ്ട്. പിന്നെ ടയോട്ട അർബൻ ക്രൂയിസർ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി സ്പെഷ്യൽ. ഇപ്പൊ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു വാഹനം ഇറങ്ങുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ബ്രസ്സ ഡീസൽ വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ചെറുകാറുകളും നല്ല ഫാമിലി കാറുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള, അതേപോലെ തന്നെ ഒരു ക്രിസ്റ്റ ഓട്ടോമാറ്റിക് 2.8 ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ നമ്മൾ അത്തരം ഷോറൂമുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളത്. സോ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ചെറിയ ഡൗൺ പേയ്മെന്റും ഫുൾ ഓണിലൊക്കെ ആയിട്ട് നമ്മൾ ലോണിനെ പ്രൊമോട്ട് ചെയ്യല. ഫുൾ ഓണിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, EMI അടക്കാൻ താല്പര്യമുണ്ട്, ഡൗൺ പേയ്മെന്റ് കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അത്ര ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാണ്, അപ്പോൾ താല്പര്യമുള്ളവർ ആരെയും നമുക്ക് ലോൺ നിർബന്ധിക്കുന്നൊന്നുമില്ല. സോ നല്ലൊരു അടിപൊളി എപ്പിസോഡ്, നല്ലൊരു ഫാമിലി എപ്പിസോഡ്, നല്ല ഫാമിലി കാറുകൾ, നല്ല കളക്ഷൻസ്, മോഡൽ കൂടിയതും കമ്പനി വാറണ്ടിയിലുള്ള വാഹനങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കാർ ട്രാക്കിലാണ് ലൊക്കേഷൻ വരുന്നത്. കാലിക്കറ്റ് മീൻചന്ത ബൈപ്പാസിലാണ്. ഈ കാർ ട്രാക്ക് പ്രീ ഓൺ കാർസ് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് ഇറങ്ങാം. സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിഫ്റ്റ്, അത് ഡീസൽ അല്ലേ, KL13 കണ്ണൂർ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 ഡീസൽ, വേറെ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഏകദേശം മൈലേജ് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് എന്തായാലും സിറ്റിനുള്ളിൽ 20+ ഒക്കെ കിട്ടും. കമ്പനി 24 പറയുന്നുണ്ട്. ലോങ്ങൊക്കെ പോവാണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. നമ്മള് കിലോമീറ്റർ നോക്കുമ്പോ ഡിഫറൻസ് ഇയർലി നോക്കുമ്പോ കമ്പനി സർവീസ് ആണ്. ഇപ്പൊ ലാസ്റ്റ് ഒരു 100 കിലോമീറ്റർ വരെ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 690. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂത്? 50,000 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഡീസലാണ്, നല്ല മൈലേജ്, റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ലാത്ത ചെറിയ കിലോമീറ്റർ വണ്ടി അല്ലേ? ഇതാണ് വീണ്ടും നമ്മൾ സ്വിഫ്റ്റ് KL18 വടകര രജിസ്ട്രേഷൻ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2020. ഇത് വെറും 19,000 കിലോമീറ്റർ 2020 ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്, DXi ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്. അത്യാവശ്യം 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ അല്ലേ? അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യൂല. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോയിലർ അഡീഷണൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം നമുക്ക് കമ്പനി ഇൻബിൽട്ട് തന്നെ വരുന്നുണ്ട്. വെറൈറ്റി കളറാണ്. ഈ ഒരു 19,000 ഓടിയ ടയർ കാര്യങ്ങളൊക്കെ, ക്ലൈമ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കണത്? ഇത് 7,50,000. 750. നമുക്ക് ഏകദേശം എത്ര രൂപ? 50,000 ഉണ്ടെങ്കിൽ ഇറക്കാം. ഇത് നമുക്ക് 50,000 രൂപ ഇറക്കാം. ഇത് ഡീറ്റെയിൽ ഒന്നും കൂടി പറയാം. 2020 VXi ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, 19,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അടുത്ത തവണ ഒരു ക്രിസ്റ്റ KL13 നമ്മള് കാലിക്കറ്റ് വണ്ടി തന്നെയാണ്. നമ്പർ കാര്യങ്ങളൊക്കെ അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്, ഒറിജിനൽ കേരള, സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 1,90,000. 190. ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഫുള്ള് കമ്പനി സർവീസ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കണത്? ഇത് ചോദിക്കുന്നത് 17,000 രൂപ. 17,000. റേറ്റ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യാം. ചോദിക്കണേ നോക്കണ്ട. നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് പ്രൈസ്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2.8 ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക്. പിന്നെ കളർ കുറച്ച് വെറൈറ്റി ആണ്. എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? ഇതൊക്കെ നമുക്കൊരു 14 lakhs, 13-14, ഒരു 2 to 3 lakhs കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. അടുത്ത ടയോട്ട അർബൻ ക്രൂയിസർ. ഇത് വാറന്റി ഉണ്ട് 5 വർഷം. 5 വർഷം വാറന്റി. ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ ആണ്. പ്രീമിയം പ്ലസ് അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് പെട്രോൾ അർബൻ ക്രൂയിസർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഇനിയിപ്പോ 2021 മോഡല്. ഇനി 3 വർഷം എക്സ്റ്റൻഡഡ് വാറന്റി ഇനിയുണ്ട് വണ്ടിക്ക്. വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ. നമുക്കൊക്കെ ചെറിയ ചെറിയ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ. ഇത് നല്ല ഫാൻസി നമ്പർ ഉണ്ട്. കൊയിലാണ്ട് രജിസ്ട്രേഷൻ.
പിന്നെ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ല. 13,000 ഇപ്പൊ സർവീസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ വാഹനം എടുക്കുന്ന പോലെ എടുക്കാലോ. ഓൺ റോഡ് പുതിയതിന് 14 ലക്ഷം വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നത് 11.25. 2 വർഷം പഴക്കമുള്ളൂ. ഏകദേശം നമുക്ക് ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ. ഇപ്പൊ ഇത് ഇറങ്ങുന്നില്ല അർബൻ ക്രൂസർ ഓട്ടോമാറ്റിക്. അർബൻ ക്രൂസർ ഇറങ്ങില്ല. നമുക്ക് ഏകദേശം എത്ര പേരൊക്കെ ലോൺ ചെയ്യാൻ പറ്റും? ഇതൊരു 75-1 lakhന്റെ ഉള്ളിൽ ഉണ്ടാവും. 75,000 മുതൽ 1 lakh വരെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അത്യാവശ്യം IDV ഒക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ 2018 സ്വിഫ്റ്റ്. ഇത് KL11 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 57,000 കിലോമീറ്റർ VXI പെട്രോൾ. ഒരു ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. 56,000 കമ്പനിയിൽ സർവീസ് ചെയ്താ. പിന്നെ VXI അല്ലായിരുന്നു. VXI സ്പോയിലർ ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിള്. എത്ര ചോദിക്കണതിന്? ഇത് ചോദിക്കുന്ന വില 5,85,000. 585. ഏകദേശം എത്രയൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും? 75 ഒക്കെ കണ്ടാൽ മതി. 75ന്റെ താഴെയുള്ള ഒരു എമൗണ്ടിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇത് ഏകദേശം നമുക്ക് ഫുൾ ഓൺ വരെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഫുൾ ഓണിൽ ഒരു I20 ഇത് സിംഗിൾ ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ ഓൺ ഇട്ട് നമ്മൾ റേറ്റ് കുറച്ചാ ചോദിക്കണേ. ഇത് 2018 ആസ്റ്റ ഓപ്ഷൻ ആണ്. ഇതിന് ഏറ്റവും ഫുൾ ഓപ്ഷൻ 6 എയർ ബാഗ്, പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ് ഒക്കെ വരുന്നത്, നാവിഗേഷൻ ഒക്കെ വരുന്നത്. 2018 സിംഗിൾ ഓണർ വണ്ടി. റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം 50,000 കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിക്കും. ഓൺഷിപ്പ് സിംഗിൾ അല്ല. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കണേ? ഇത് ചോദിക്കുന്നത് 6,45. 6,45 തന്നെ ലോൺ കിട്ടും. ഇത് 6,45 ചോദിക്കുന്ന നോക്കണ്ട, റേറ്റ് പിന്നെയും കുറയും. ഇനിയും കുറക്കാണ്ട്. അപ്പൊ നല്ല ട്രാക്കിന് ഫുൾ ഓൺ തന്നെ ഉണ്ടാവും. അടുത്ത കിഡ്ലം വാഹനല്ലേ പോളോ. ഇതിപ്പോ ഹൈലൈൻ പ്ലസ് ആണ്. അപ്പൊ ഇതിന് അലോയ് വീൽ ഇപ്പൊ പുറത്തത്തെ മാറ്റിയിരിക്കുന്ന 4 പുതിയ ടയറാണ്. പിന്നെ ഹെഡ്ലൈറ്റും എന്താ പറയാ മോഡിഫൈ ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഇത് 2018 ഡീസൽ. A to Z കമ്പനി സർവീസ്. ഒരൊറ്റ സിംഗിൾ ക്ലെയിം പോലും ഇല്ല. ഈ വണ്ടിന്റെ പ്രത്യേകത ഇത് വാറണ്ടിക്ക് എലിജിബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. സർവീസ് കറക്റ്റ് ആണ്. അല്ലല്ല GT അല്ല, നോർമൽ ഡീസൽ 2018. കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. സിൽവർ കളർ, സെക്കൻഡ് ഓണർ. 2018 ഹൈലൈൻ പ്ലസ്, സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. 78,000 അയക്കണേ. 78,000 ഇപ്പൊ സർവീസ് ചെയ്ത കമ്പനിയിൽ. എത്ര ചോദിക്കണം നമ്മള്? ഇത് ചോദിക്കുന്നത് 8,25,000. നമുക്ക് ലോൺ നമുക്ക് ഒരു 7 വരെ ചെയ്യാം. 7 വരെ നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത നല്ലൊരു കിഡ്ലം ഫാമിലി കാർ മാരുതി സുസുക്കി വണ്ടിയാണ്. ഇത് 2023 ആണ്. 8 ലക്ഷം റുപ്യ വരും പുതിയതിന്. വീറ്റ. അത് ആൽഫന്റെ തൊട്ട് താഴെയുള്ള പെട്രോൾ മാനുവൽ. ഇതിപ്പോ നമ്മളിവിടെ ചോദിക്കുന്നത് 7,10. വെറും 19,000 കിലോമീറ്റർ 5 മാസം ബൈക്കുള്ള വണ്ടി. അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടി ഒക്കെ ഉണ്ട് കമ്പനി. പുഷ്പയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ് വീല് ഫുൾ ഓഫ്. പിന്നെ എന്താണ് കുറവ് എന്ന് പറയുള്ളത്? ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. പ്രൊജക്ടർ എല്ലാം ഒക്കെ ആയിരിക്കും. അതാണെന്നാ തോന്നണേ. ബാക്കിയെല്ലാം കമ്പനി കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഒരു വണ്ടിയൊക്കെ കോഴിക്കോട് ജില്ലയിലുള്ള വണ്ടികളാണ്. ഇത് നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ്. 50,000 ഒക്കെ മതി. പുതിയത് എടുക്കാൻ പോണെങ്കിൽ ഏകദേശം 1 ലക്ഷം റുപ്യ വ്യത്യാസത്തിൽ വണ്ടി എടുക്കാം. അത് ഈ ഡിപ്രിസിയേഷൻ ഓൾറെഡി വന്നതിനോണ്ട് ഇനിയിപ്പോ 1 വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് കയ്യിൽ നിന്ന് പൈസ പോലെ ലോൺ എടുത്തെടുക്കണമെങ്കിൽ പലിശ കൊടുക്കുന്ന പൈസ കൂടെ. അടുത്ത തവണ നമുക്ക് 2018 ഇയോൺ എറാ പ്ലസ്. ഇത് 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വേറെ 20,000 എടുക്കും. 3,10,000. 3,10. അപ്പൊ നമുക്ക് ഈ കിലോമീറ്റർ കമ്മി ഉണ്ടാക്കാം ഈ ഒരു റേറ്റ് അല്ലേ? റേറ്റ് എന്തെങ്കിലുമൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പൊ ഈ ഒരു ഇത്രയും ചെറിയ കിലോമീറ്ററോടെ ഇയോൺ ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യുമല്ലോ അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൺഷിപ്പ് സിംഗിൾ ഓണർ. ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഇതൊക്കെ ഒരു 10-30,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ലോൺ ചെയ്യാം. 30 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഫുൾ ഓൺ വരെ കിട്ടും. പറയില്ല. പിന്നെ ഇത് SUV ഒക്കെ നോക്കുന്ന ആളുകളുണ്ടല്ലോ. അതായത് നല്ല മൈലേജ് ഉള്ള ഒരു SUV. ഇപ്പൊ ബ്രസ ഡീസൽ ഇറങ്ങില്ലല്ലോ. ഡീസലാണ്. 2019 ആണ്. സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ZDI ഫുൾ ഓപ്ഷൻ. കമ്പനിയിൽ തന്നെ നമുക്ക് പിന്നെ കമ്പനി സർവീസ്. അപ്പൊ 70,000 കമ്പനിയിൽ സർവീസ് ചെയ്ത് ഇറക്കിയതാ. ഒരു റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. നമുക്ക് എത്ര ചോദിക്കണതിന്? ഇത് വില ചോദിക്കുന്നത് 9,10. ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ നമുക്ക് ഒരു 8-8 വരെ ചെയ്യാം. ഒരു 60-70 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. വണ്ടിയൊക്കെ ഗ്യാരണ്ടി കേട്ടോ. പിന്നെ ഗ്രാൻഡ് ഐറ്റം. ഇത് ഗ്രാൻഡ് ഐറ്റം 2018 സ്പോർട്സ്. 70,000 കിലോമീറ്റർ. മാനുവൽ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പെട്രോള്.
മൈലേജ് ഇതിനൊക്കെ മൈലേജ് 14-15 ഒക്കെ ഉണ്ടാവും. ഒരു ഫാമിലി കാറാണ്, അധികം ഓട്ടം ഇല്ലാത്തവർക്ക് വീട്ടിൽ വാങ്ങിടാം. അത്യാവശ്യം റീസെയിൽ വാല്യൂ ഉണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ്റെനൻസ് കുറവല്ലേ? മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഭയങ്കര റിഫൈൻഡ് ആണ് എഞ്ചിൻ. 1.2 കപ്പ എഞ്ചിനാണ് വരുന്നത്. അത് ചോദിക്കുന്ന വില 475. ഓക്കെ, നമുക്ക് ഏകദേശം എത്ര റുപ്യക്ക് വണ്ടി ഇറക്കാം? അതൊക്കെ ഒരു 50,000 മതി. 50,000 വണ്ടി ഇറക്കാം. വീണ്ടും സ്വിഫ്റ്റ് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യലുണ്ട്. ഇത് 2018 പെട്രോൾ ആണ്. ഇത് കോഴിക്കോട് വണ്ടിയാണ്. KL 76 കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് 2018 VXI. ഓട്ടോമാറ്റിക്. അതെ അതെ. ഇത് 50,000 കിലോമീറ്റർ 2018. ഇത് ചോദിക്കുന്നത് 6,75,000. 6,75. ഇത് നമുക്കൊരു 19 വേണ്ടി ഇറക്കാൻ പറ്റുമോ? ഇതൊരു 50-70 ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇറക്കാം. 50-70 ഉള്ളിൽ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. മൈലേജ് ഒക്കെ എന്തായാലും 16-17 കിട്ടും. 4 പുതിയ ടയർ ആട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കും. മൊത്തം പുതിയ ടയർ കാര്യങ്ങളൊന്നും നോക്കണ്ട. അടുത്ത തവണ നമുക്ക് i20 അല്ലേ? ഇത് കുറച്ച് 2011 മോഡലാ. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഹൈ ക്വാളിറ്റി ആണ്. ഇന്റീരിയർ ഒക്കെ കണ്ടാൽ അറിയാം. കേട്ടോ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഡീസൽ ആണോ വണ്ടി? പെട്രോൾ അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ചോദിക്കുന്ന വില 265. 265. ഏകദേശം ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ഏകദേശം എത്ര കയറി ചെയ്യാൻ പറ്റും? നമുക്കൊരു ലോൺ സൗകര്യം ഒരു 1-1.25 ചെയ്യാം. 1-1.25 ഉണ്ടെങ്കിൽ വണ്ടി ചെയ്യാം. ലോണ് കിട്ടാൻ കുറച്ച് സാധ്യത കുറവാണ്. ഓട്ടോമാറ്റിക് ആണ്. 2018 മാഗ്ന. കിലോമീറ്റർ സിംഗിൾ ഓണർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അത് 4,90,000 ചോദിക്കുന്നത്. ഇതൊരു 4,90 ഒക്കെ തന്നെ ലോൺ കിട്ടും. ഫുൾ ഓൺ ആണ് ചെയ്യാം. ഇതിന് മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇത് മൈലേജ് ഒക്കെ ഒരു 12-13 ഒക്കെ ഉണ്ടാവുള്ളൂ. നല്ലൊരു ഫാമിലി കാർ. ഓട്ടോമാറ്റിക്കിൽ അന്ന് ഈ വണ്ടിയാണ് ഒരു കുച്ചെറുപ്പുള്ള ഒരു ചെറിയ ഓട്ടോമാറ്റിക് കാർ. അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് വാഗണർ ഓട്ടോമാറ്റിക്കാ. എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വണ്ടിയാണ്. ഉറപ്പില്ല. ഇത് 2016 ഓട്ടോമാറ്റിക് VXI സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ. ഇൻഷുറൻസ് ഈ 10ാം തീയതി എടുത്താണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 4,75,000. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് കേട്ടോ. 2016. ഓൺഷിപ്പ് സിംഗിൾ ഓണർ. ചോദ്യം എങ്ങനെയായിരുന്നു? ചോദ്യം പറഞ്ഞത് 4.75. ഏകദേശം നമുക്ക് എത്ര വണ്ടി ഇറക്കാം? ഇതൊക്കെ വാഗണറൊക്കെ റീസെയിൽ വാല്യൂ കൂടുതലായതുകൊണ്ട് വാല്യുവേഷനെ കുറിച്ച് റേറ്റ് കൂടുതലായിരിക്കും. ഇതൊക്കെ ഒരു 1 lakh കാണേണ്ടി വരും. അടുത്ത സാൻഡ്രോ. ഇത് 2018 മോഡല് 19 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ. 40,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് സിംഗിൾ ക്ലെയിമും ഇല്ല. പുതിയ ഇൻഷുറൻസ് ആണ്. സ്പോർട്സ് ആട്ടോ വേരിയന്റ്. അതെ അതെ അതെ. ഇത് എടുക്കണോൽക്കെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 30,000 50,000 ഉള്ളിൽ കണ്ടാൽ മതി. പിന്നെ ചെറിയ വില നോക്കി സ്വിഫ്റ്റ് നോക്കണവർക്ക് 2010 സ്വിഫ്റ്റ് ഉണ്ട്. പ്രൈസ് കാര്യങ്ങൾ ഇത് 2,20,000 ചോദിക്കുന്നു. VDI. പിന്നെ നമ്മളെ കയ്യിലൊരു VDI 2014 എർട്ടിഗ ഉണ്ട്. പിന്നെ ഒരു 2018 ഓട്ടോമാറ്റിക് ഡസ്റ്റർ ഉണ്ട് നമ്മളെ കയ്യിൽ. അതൊക്കെ ഇപ്പൊ പോളിസിലുള്ളത്. അത് 2018 ആണ്. 1 ടൺ സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ കാർടാക്കിലായിരുന്നു. വളരെ കുറഞ്ഞ സമയം കൂടി നമ്മൾ മാക്സിമം വാഹനങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മീൻചന്ത ബൈപ്പാസിലാണ്. ഈ കാർട്രാക്ക് പ്രീ ഓൺ കാർസും ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ സെഡാന് ടൊയോട്ട കൊറോള ഓൾട്ടിസ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡല് 19 രജിസ്ട്രേഷന്. സെക്കൻഡ് ഓണർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. VX ഫുൾ ഓപ്ഷനാ വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് 24 lakhs വരുന്നുണ്ട് പുതിയതിന്. 70,000 കിലോമീറ്റർ കമ്പനി വാറണ്ടി ഉണ്ട് കേട്ടോ. കമ്പനി വാറണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ടൊയോട്ടോ. സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? 14.25. ലോൺ ഏകദേശം മാക്സിമം ലോൺ ചെയ്യാം. ഒരു 1 lakh ഒക്കെ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ വണ്ടി എടുക്കാം.
ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ് കേട്ടോ. റിയാസ് സൈനിങ് ഓഫ്.